തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം പുലർച്ചെ ശ്രീപത്മനാഭന് സമർപ്പിക്കുന്ന അപൂർവ ചിത്രകലാ സൃഷ്ടിയാണ് ഓണവില്ല്. പുരാണ കഥകൾ ആലേഖനം ചെയ്ത ഓണവില്ല് അഥവാ പള്ളിവില്ല് രൂപപ്പെടുത്തി ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള അവകാശം കരമന മേലാറന്നൂർ വിളയിൽ വീട് കുടുംബത്തിന് മാത്രമാണ്. ക്ഷേത്ര സ്ഥപതിസ്ഥാനീയരും ആസ്ഥാന വാസ്തുശില്പികളുമായിരുന്നു ഈ കുടുംബക്കാർ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്ര ആചാരങ്ങളിൽ ഒന്നാകാം ഓണവില്ല് സമർപ്പണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട് ഈ ചടങ്ങിനെന്നാണ് കരുതുന്നത്. ഓണവില്ലിന്റെ ഐതിഹ്യവും മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വരൂപം കാട്ടിക്കൊടുത്ത വാമനനോട് വിഷ്ണുവിന്റെ 10 അവതാരങ്ങളും അവയുടെ ഉപകഥകളും കൂടി കാട്ടിക്കൊടുക്കണമെന്ന് മഹാബലി അപേക്ഷിച്ചു. ഈ സമയം വിഷ്ണു വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി. വിശ്വകർമാവ് ആദ്യ ഓണവില്ല് രചന നടത്തിയെന്നാണ് ഐതിഹ്യം. തന്റെ സന്നിധിയിൽ എല്ലാ വർഷവും എത്തുന്ന മഹാബലിക്ക് കാലാകാലങ്ങളിൽ വിശ്വകർമ്മജരെ കൊണ്ട് അവതാര ചിത്രങ്ങൾ വരച്ച് കാണിച്ചു നൽകാമെന്നും മഹാബലിക്ക് വാഗ്ദാനം നൽകുന്നു. ഓണവില്ലിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. കടമ്പ് വൃക്ഷത്തിന്റെയും മഹാഗണിയുടെയും തടികളിലാണ് ഓണവില്ല് നിർമ്മിക്കുന്നത്. 4.5 അടി, 4 അടി, 3.5 അടി നീളങ്ങളിലാണ് വില്ലുണ്ടാക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ താഴികക്കുടം ഇരിക്കുന്ന വള്ളത്തിന്റെ ആകൃതിയിലാണ് വില്ല് നിർമ്മാണം. വഞ്ചിനാടിന്റെ പ്രതീകമാണ്. 41 ദിവസം വ്രതമെടുത്താണ് കുടുംബക്കാർ ഇതിന്റെ ചിത്രരചന പൂർത്തിയാക്കുന്നത്. പുലർച്ചെ 5 മണിക്കാണ് ഓണവില്ല് സമർപ്പണം. വലിയ സ്വീകരണമാണ് ക്ഷേത്രനടയിൽ സംഘത്തിന് നൽകുന്നത്. തുടർന്ന് ഓരോ ജോഡി വില്ലുകളും അതാത് ദേവവിഗ്രഹങ്ങളിൽ സമർപ്പിക്കും. ഓണവില്ലെന്ന പേരിൽ പണ്ടൊരു വാദ്യവും നിലവിലുണ്ടായിരുന്നു. തെങ്ങിൻ തടിയുടെ പാത്തി വളച്ചു കെട്ടി അതിന്റെ ഞാണിലാണ് ഈ വാദ്യം ആദ്യം വായിച്ചിരുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.